ഈ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിൻ്റെ പ്രശ്നം ഈ കുറവാണ്. അതുപോലെ വളരെ ക്രിട്ടിക്കൽ കെയറിന് ആവശ്യമായിട്ടുള്ള എക്യുപ്മെൻസിൻ്റെ അഭാവം. ഇതെങ്ങനെയാണ് നിലവിലുള്ള സ്ഥിതി? ഞാൻ മനസ്സിലാക്കിയത് ഈ സ്റ്റെൻറ്റ്, വാൽവ്, പേസ് മേക്കർ ഇങ്ങനെയുള്ള സംഗതികൾക്കൊക്കെ ഡെഫിഷ്യൻസി ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് നിലവിലെ സ്ഥിതി? ഇതിൽ പലപ്പോഴും ഈ എക്സ്പെൻസീവ് ട്രീറ്റ്മെൻറ്റ്സ്, അതായത് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് റെക്കറിങ് എക്സ്പെൻഡിച്ചർ എന്ന് പറയും. അതായത് അത് നടത്തിക്കൊണ്ട് പോകാനായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് അതിൽ മണി ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അതിനാവശ്യമായുള്ള സാധനങ്ങൾ നമ്മൾ മേടിക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നത് ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയാണ്. മിക്കവാറും എല്ലാ കോളേജസിലും ഉണ്ട്. അപ്പോൾ അത് നടത്തിക്കൊണ്ട് പോകുമ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് സാധനങ്ങൾ പ്രൊക്യൂർ ചെയ്യുമ്പോൾ പലപ്പോഴും സർക്കാരിൻ്റെ പല സ്കീമുകളുണ്ട്. കാസ്പുണ്ട്, കാരുണ്യ, അങ്ങനെ പല പല സ്കീമുകളുണ്ട്. അപ്പോൾ ആ സ്കീമുകളിലുള്ള പേയ്മെൻറ്റ് വഴിയാണ് ഇത് നടത്തിക്കൊണ്ട് പോകുന്നത്. പക്ഷേ ഈ സ്കീമുകളിലെ പേയ്മെൻറ്റുകളൊക്കെ പെൻഡിങ് ആണ്. ഒരുപാട് പെൻഡിങ് എമൗണ്ട് ഇപ്പോഴും നിലവിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ റീപേയ്മെൻറ്റ് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് പത്രവാർത്തകളൊക്കെ വരുന്നത്. അതായത് സ്റ്റെൻറ്റ് ലഭ്യമല്ല, സ്റ്റെൻറ്റിൻ്റെ കുറവുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ചെറിയൊരു എമൗണ്ട് അലോട്ട് ചെയ്യും, വീണ്ടും അവരെ സമീപിക്കും. അങ്ങനെയാണ് നടന്നു. 100 കോടി പുറത്ത് ഈ പറഞ്ഞ എക്യുപ്മെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് ഡ്രഗ്സ് സപ്ലൈ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് സപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ കമ്പനികൾക്ക് കൊടുക്കാറുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. 100 കോടിയൊന്നും ആയിരിക്കില്ല. കാരണം എല്ലാ മെഡിക്കൽ കോളേജസിലും ഈ പ്രശ്നമുണ്ട്. മെഡിക്കൽ കോളേജസ് മാത്രമായിരിക്കത്തില്ല, സർക്കാരിൻ്റെ കീഴിലുള്ള ക്യാൻസർ സെൻറ്റേഴ്സ് ഉണ്ട്, ബാക്കിയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്, ഹെൽത്ത് സർവീസസിലെ ഹോസ്പിറ്റൽസ് ഉണ്ട്. അപ്പോൾ അവിടെ എല്ലായിടത്തും ഈ ഒരു സ്കീമുകൾ വഴിയാണ് പലപ്പോഴും ഇത് നടക്കുന്നത്. കാരണം നമ്മൾ സൗജന്യ ചികിത്സയാണ് നമ്മൾ സാധാരണ ജനങ്ങൾക്ക് കൊടുക്കുന്നത്. അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അതിനുള്ള അലൊക്കേഷൻ വളരെ കുറവാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു കാസ്പ് അങ്ങനെയുള്ള സ്കീമുകളിലേക്കുള്ള അലൊക്കേഷൻ എനിക്ക് മനസ്സിലായത് 800 to 900 crores ആണ് ഈ ബഡ്ജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. അപ്പോൾ ആ എമൗണ്ട് എന്ന് പറയുന്നത് ഈ പറഞ്ഞ കടം കൊടുത്തു തീർക്കാൻ പോലും തികയുമോ എന്നുള്ളത് എനിക്ക് വ്യക്തമായി അറിയില്ല. ഈ പറഞ്ഞ 800 crores നമ്മൾ ഒരു വർഷം ബജറ്റിൽ ഇതിനു വേണ്ടി അലോക്കേറ്റ് ചെയ്താൽ അതിലും എത്രയോ ഇരട്ടി ക്രോസ് കൊടുത്തു തീർക്കാനുണ്ട്. അതെ, കൊടുത്തു തീർക്കാനുമുണ്ട്. ഇനി ഈ ഒരു വർഷവും ചിലവാക്കാനുള്ളതും ഉണ്ട്. അതായത് പൈസ കൊടുക്കുന്നത് ഇടയ്ക്ക് മുടങ്ങുമ്പോൾ ഈ സപ്ലൈ ചെയ്യുന്ന കമ്പനികൾ അവർ നിർത്തും. അപ്പോൾ അവർ നിർത്തുമ്പോൾ പിന്നീട് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ കുറച്ച് എമൗണ്ട് അനുവദിക്കും. 100 കോടി കൊടുക്കാനുള്ളത് 10 കോടി കൊടുക്കും. അങ്ങനെ അനുവദിച്ചിട്ട് അത് കൊടുത്തിട്ട് തൽക്കാലത്തേക്ക് വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ ഒരു സിസ്റ്റത്തിലാണ് ഇപ്പോൾ നടന്നു പോകുന്നത്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ആ ഒരു പ്രശ്നങ്ങൾ വരുന്നത് തന്നെ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.